വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം പ്രതിഷേധത്തെ തുടർന്ന് ബഹളത്തിൽ കലാശിച്ചു. പ്രമേയം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചെന്നും സംസ്ഥാന ബജറ്റിൽ വെള്ളാങ്കല്ലൂരിനെ അവഗണിച്ചുമെന്നാരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് LDF അംഗങ്ങളുടെ പ്രതിഷേധം. കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കാൻ നൽകിയ പ്രമേയത്തോട് ഭരണസമിതി ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നാണ് LDF അംഗങ്ങളുടെ ആരോപണം. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വെള്ളാങ്കല്ലൂരിനെ അവഗണിച്ചെന്നും ഭരണസമിതി ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആരോപിച്ച് അംഗങ്ങൾ പ്രതിഷേധ സൂചകമായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ മാള അതേപോലെ തന്നെ മറ്റത്തൂർ പഞ്ചായത്തുകളിൽ BJPയോട് ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. വിഷയം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 5 വനിതാ മെമ്പർമാരെ എക്സ് ഒഫീഷ്യലായി നമ്മുടെ പഞ്ചായത്തിനകത്ത് പെടുത്താം. ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രപ്പോസൽ, അതായത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ പ്രപ്പോസലായി വരുന്നത് 4 UDFന്റെ മെമ്പറും ഒരു BJPയുടെ NDയുടെ ഭാഗമായിട്ടുള്ള ഒരു മെമ്പറാണ് വരുന്നത്. സ്വാഭാവികമായും 6 വനിതാ അംഗങ്ങളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരിഗണിക്കില്ല. അത് അവരുടെ രാഷ്ട്രീയമായിരിക്കും, സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയവും. അങ്ങനെ ഈ പറയുന്ന സംഘപരിവാറിനും BJPക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഡീലെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതാണ്, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് വെള്ളാങ്കല്ലൂരിലെ കോൺഗ്രസിന് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, മിനി രാജൻ, അസ്മ ബി ലത്തീഫ്, PR രതീഷ്, ഫസ്ന റിജാസ്, ഷാജി ആറ്റാശ്ശേരി, MM മുകേഷ്, സീത സുനിൽ, MS രഘുനാഥ്, മിനി ജെയ്സൺ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് ഭരണസമിതി BJPക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നതെന്നും നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിഷേധിച്ച അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.